IUI ചെയ്തു, അത് രണ്ടും ഫെയിലായി. ഇനി അടുത്തത് IVF ആണ് പറഞ്ഞിട്ടുള്ളത്. IVF ചെയ്യാനാണെങ്കിൽ എനിക്ക് സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. ഇനി ഞാൻ ഒരിക്കലും ഒരു അമ്മയാവില്ല ഡോക്ടറെ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് വന്ന ഒരു സ്ത്രീയെക്കുറിച്ചാണ് എനിക്കിന്ന് നിങ്ങളോട് പറയാനുള്ളത്. ഞാൻ ഡോക്ടർ ഫാലിഹ അസ്ലം, മെഡിക്കെയർ ഹോമിയോപ്പതി, വാണിയമ്പലം. വന്ധ്യതയെക്കുറിച്ച് പറയുമ്പം ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് IVF നമ്മുടെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഇതിൽ 50% IVFകളും ഫെയിൽ ആവാറുണ്ട്. അതുപോലെ തന്നെ അൺഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള കേസുകളിലാണ് IVF സജസ്റ്റ് ചെയ്യപ്പെടാറുള്ളത്. ഇവിടെ ഓരോ കേസിലും ഇപ്പോൾ ഈ ഒരു സ്ത്രീയുടെ കേസ് ആകുമ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ AMH കുറവായിരുന്നു, അതുപോലെ അവരുടെ മെയിൽ പാർട്ട്ണറിൽ സ്പെർമിൻ്റെ കൗണ്ടിൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്ത് അതിന് കറക്റ്റായിട്ടുള്ള ഒരു ചികിത്സ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് നോർമലായിട്ടുള്ള ഒരു കൺസെപ്ഷൻ പോസിബിളാണ്. ഇവിടെ ഒരിക്കലും നമ്മളൊരു IVFിലേക്ക് പോകേണ്ടതില്ല. പലപ്പോഴും IVF സജസ്റ്റ് ചെയ്ത കേസുകൾ IVF ഫെയിലായിട്ട് ഒരുപാട് പേര് വരാറുണ്ട്. അപ്പോൾ അവരോട് നമ്മൾ എന്തിനാണ് IVFിലേക്ക് പോയതെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് പ്രത്യേകിച്ച് ഒരു റീസൺ പറയാനില്ല. IUI ചെയ്തു, അപ്പോൾ അത് ഫെയിലായി, പിന്നെ അടുത്ത സ്റ്റെപ്പ് IVF ആണ്, അതാണ് പറഞ്ഞിട്ടുള്ളത്. ഈ IVFും ഫെയിലാവുന്നത് അവരുടെ ഈ റൂട്ട് കോസ് എന്താണോ അത് കണ്ടെത്തി നമ്മളത് പ്രോപ്പറായിട്ട് ചികിത്സിക്കാത്തത് കൊണ്ടാണ് ഈ IVFും ഫെയിലിയറിലേക്ക് വരുന്നത്. അപ്പോൾ ഓരോ വ്യക്തിയുടെയും കാരണം എന്താണെന്ന് കണ്ടെത്തി അതിന് കറക്റ്റായിട്ടുള്ള ഒരു ചികിത്സ കൊടുക്കുകയാണെങ്കിൽ ഇവർക്ക് നോർമൽ കൺസെപ്ഷൻ തന്നെ നമുക്ക് പോസിബിൾ ആക്കി കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ സ്ത്രീകളുടെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യമായിട്ട് തന്നെ ഇവരുടെ ഒരു കോണ്ടാക്ട് ചെയ്യേണ്ട, ഓവുലേഷൻ നടക്കേണ്ട ഒരു പീരീഡ് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ സ്ത്രീയും അവരുടെ ഓവുലേഷൻ ട്രാക്ക് ചെയ്യാൻ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കുക. അതിന് നമ്മൾ ചെയ്യേണ്ടത് അവരുടെ ഒരു മെൻസ്ട്രൽ ഡേറ്റിൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് മെൻസസ് ഫസ്റ്റ് ഡേ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. അവിടെ നിന്ന് സാധാരണ ഒരു 28 ദിവസം സൈക്കിളുള്ള ഒരു സ്ത്രീയിൽ 14th ഡേ ഓഫ് മെൻസസ്, ഡേ 1 എന്ന് പറഞ്ഞത് മെൻസസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് ഡേ എന്ന് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടുന്ന് 14ാമത്തെ ദിവസമായിരിക്കും ഓവുലേഷൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത്. ഇനി നോർമലായിട്ടുള്ള സൈക്കിൾ അല്ല, 26 ഡേ സൈക്കിൾ ആണെന്നുണ്ടെങ്കിൽ അവിടെ 12ാമത്തെ ദിവസമായിരിക്കും നമുക്ക് ഓവുലേഷൻ എന്ന് പറയുന്നത്. ഇനി അതല്ല 30 ഡേയ്സ് സൈക്കിൾ ആണെങ്കിൽ അവിടെ നമുക്ക് 16ാമത്തെ ദിവസമാണ് ഓവുലേഷൻ്റെ എക്സ്പെക്റ്റഡ് ഡേറ്റ്. ഇനി ഇതൊന്നുമല്ല, നോർമലായിട്ടുള്ള ഒരു പീരീഡ്സ് അല്ല, സൈക്കിൾ ഡിസോർഡർ ആണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മാർക്കറ്റിൽ ഓവുലേഷൻ കിറ്റുകൾ അവൈലബിൾ ആണ്. അതിനായിട്ട് നമ്മൾ USG സ്കാനുകളും മറ്റും ചെയ്ത് ഫോളിക്കുലാർ സ്റ്റഡി ചെയ്ത് ഓവുലേഷൻ്റെ കറക്റ്റ് ഡേറ്റ് നമുക്ക് കണ്ടെത്താവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഓവുലേഷൻ ഡേ ട്രാക്ക് ചെയ്യുക. അതുപോലെ നമുക്ക് ഫിസിക്കലി നമുക്ക് ഇതുപോലെ ചില സിംറ്റംസ്, ഈ ടെസ്റ്റുകളൊന്നും ചെയ്യാതെ നമുക്ക് തന്നെ ചില മാറ്റങ്ങൾ ബോഡിയിൽ ഉണ്ടാകുന്നത്, ചില ആളുകൾക്ക് ചെറിയൊരു സ്പോട്ടിങ് പോലെ ബ്ലീഡിങ് കാണാറുണ്ട്. അതുപോലെ തന്നെ അവിടെ ഉണ്ടാകുന്ന ഡിസ്ചാർജ്, ഒരു സെർവൈക്കൽ മ്യൂക്കസിന് ചെറിയ കൊഴുപ്പ് കട്ടി കൂടുതലായിട്ട് കാണാറുണ്ട്. അതല്ലെങ്കിൽ ചിലപ്പോൾ അടിവയറ്റിലുണ്ടാകുന്ന ചെറിയ വേദനകൾ, ചില ആളുകൾക്ക് ചെറിയ ചൂട് പോലെ അനുഭവപ്പെടും, ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ സ്ലൈറ്റ്ലി ചെറുതായിട്ടൊന്ന് കൂടുന്നത് പോലെ കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും ഓവുലേഷൻ ഡേറ്റ് കണ്ടെത്താവുന്നതാണ്. അപ്പോൾ ഈ ഓവുലേഷൻ ഡേറ്റ് കണ്ടെത്തി ആ ഒരു ഡേ നമ്മൾ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് 2-3 ഡേയ്സ് മുമ്പും 2-3 ഡേയ്സ് ആഫ്റ്ററും ആ ഒരു വീക്ക് നമ്മൾ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു നോർമൽ പ്രഗ്നൻസി പോസിബിളാണ്. ഇനി ഇതുപോലെയുള്ള AMH കുറവുള്ള കേസുകളാണെങ്കിൽ നമുക്ക് അതിന് പ്രോപ്പറായിട്ടുള്ള ചികിത്സ ചെയ്യാം. ഇനി അതല്ല മറ്റു വല്ല കോസുകളും ഉണ്ടോ എന്ന് നമ്മൾ കണ്ടെത്തുക. സ്ത്രീകളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് നമുക്ക് യൂട്രസിലുണ്ടാകുന്ന ഡിഫക്റ്റുകൾ ഒരു കാരണമാവാം. യൂട്രസിൻ്റെ കൺജനൈറ്റലായിട്ടുള്ള സെപ്റ്റേറ്റ് യൂട്രസ് പോലെയുള്ള അബ്നോർമാലിറ്റീസ് ആണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് IVFും മറ്റും അതല്ലെങ്കിൽ മറ്റ് ചികിത്സയിലേക്ക് പോകേണ്ടി വരും. അതല്ലാതെ യൂട്രസിലുണ്ടാകുന്ന ഫൈബ്രോ അഡിനോമ, എൻഡോമെട്രിയോസിസ്, ഫൈബ്രോയിഡ് അങ്ങനെയുള്ള കേസുകളാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ചികിത്സ ചെയ്യുക. അതിന് നമുക്ക് അത് പൂർണ്ണമായിട്ട് മാറാനും നമുക്കൊരു നോർമൽ കൺസെപ്ഷനും പോസിബിൾ ആവുന്നത്. അതുപോലെ തന്നെ ഓവറിയിൽ അണ്ടാശയത്തിൽ ഉണ്ടാവുന്ന കണ്ടീഷൻസ് എന്തൊക്കെയാണ് നോക്കുകയാണെങ്കിൽ നമുക്ക് PCOD ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കാണുന്നത്. PCOD ഉള്ളവർ ഒരിക്കലും അമ്മയാവില്ല എന്നുള്ളൊരു മിത്ത് കോമൺ ആയിട്ട് കേൾക്കാറുണ്ട്. അതൊരിക്കലും ശരിയല്ല. PCOD നമ്മൾ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ നോർമലായിട്ടുള്ള അണ്ടോൽപാദനം സാധ്യമാവുകയും നോർമൽ കൺസെപ്ഷനും അവിടെ പോസിബിളാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ ഹോർമോണൽ ഇംബാലൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക. ചിലപ്പോൾ തൈറോയിഡ് അബ്നോർമാലിറ്റീസ് ആയിരിക്കാം, അതല്ലെങ്കിൽ ഓവർ വെയ്റ്റ്, അതുപോലെ തന്നെ അണ്ടർ വെയ്റ്റ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്ട്രെസ് റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി അടുത്തായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ട്യൂബിലുണ്ടാകുന്ന ഫെല്ലോപ്പിയൻ ട്യൂബ് എന്ന് പറയുന്നത് അണ്ടവാഹിനി കോയിലുണ്ടാവുന്ന
ബ്ലോക്കേജുകൾ, അത് കൂടുതലായിട്ട് മുമ്പുണ്ടാവുന്ന ചെറിയ സർജറികളിലൂടെയും മറ്റുമൊക്കെ വരുന്ന സ്കാറുകളായിരിക്കാം. അത് ചിലപ്പോൾ ബ്ലോക്കായിട്ട് മാറും. അതുപോലെ തന്നെ മുമ്പുണ്ടായിട്ടുള്ള പെൽവിക് ഇൻഫ്ലമേഷൻസ് ഭാവിയിൽ ട്യൂബൽ അഡ്ഹഷൻസ് ആവാം. TB പോലെയുള്ള ചെറുപ്പത്തിലൊക്കെ ഉണ്ടാകുന്ന TB ഒക്കെ ഒരുപക്ഷെ ഫെലോപ്പിയൻ ട്യൂബിനെ ബാധിച്ച് അവിടെ ബ്ലോക്കുകളൊക്കെ വരാറുണ്ട്. ഈ ബ്ലോക്കുകളൊക്കെ വരുന്ന കേസിൽ നമുക്ക് ഒരുപാട് കേസിൽ നമുക്ക് ഫെർട്ടിലിറ്റി സക്സസ് ആയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ചികിത്സിച്ച് മാറ്റാവുന്നതേ ഉള്ളൂ. ഇനി മെയിൽസിൻ്റെ ഇഷ്യൂസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് മോട്ടിലിറ്റി, അതുപോലെ തന്നെ കൗണ്ടിൽ വരുന്ന കുറവ്. കൗണ്ട് വളരെ കുറവായിട്ടുള്ള അവസ്ഥ മുതൽ നമുക്ക് മോട്ടിലിറ്റിയുടെ ഇഷ്യൂസ് ആണെങ്കിലും മോർഫോളജിയിൽ ഉണ്ടാകുന്ന അബ്നോർമാലിറ്റീസ് ആണെങ്കിലും നമുക്ക് പൂർണ്ണമായിട്ടും ചികിത്സിച്ച് നമുക്കൊരു നോർമൽ കൺസെപ്ഷനിലേക്ക് അവരെ എത്തിക്കാൻ സാധിക്കാറുണ്ട്. അപ്പോൾ വന്ധ്യത അഭിമുഖീകരിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, IVF പോലെയുള്ള സങ്കീർണ ചികിത്സകളിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ഹോമിയോപ്പതി മെഡിസിൻസ് എന്തുകൊണ്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കിക്കൂടാ? ഇതിനൊക്കെ നമുക്ക് കറക്റ്റായിട്ടുള്ള കോഴ്സ് കണ്ടെത്തി നമ്മൾ ചികിത്സിക്കുകയാണെങ്കിൽ ഇവയൊക്കെ നമുക്ക് മറികടന്ന് ഒരു നോർമലായിട്ടുള്ള കൺസെപ്ഷൻ അവിടെ പോസിബിൾ ആവും. അത് നോർമലായിട്ടുള്ള കൺസെപ്ഷൻ നമ്മൾ ട്രൈ ചെയ്തിട്ട് പോസിബിൾ അല്ലാത്തൊരു കേസിൽ മാത്രം നമുക്ക് IVF മറ്റും സജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അനുഭവിക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ഇൻഫെർട്ടിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഒരുപാട് വർഷങ്ങളായി ട്രൈ ചെയ്യുന്നു, നിങ്ങൾക്ക് കിട്ടുന്നില്ല, ഒരുപാട് ഡോക്ടറെ കാണിച്ചു, ഒരുപാട് ചികിത്സകൾ ചെയ്തു, മടുത്തിരിക്കുകയാണ് എന്നൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നോട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.